രമേശ് പിഷാരടി ഗംഭീര വേഷമാണെന്ന് പറയുന്നു. ദിവ്യദർശൻ, ജീവ, എബിൻ, ഡോണി, ഡയറക്ടർ വിനയ് ജോസ്, ഇതിലെല്ലാം ഉപരി നമ്മളുടെ പ്രൊഡ്യൂസർ നമ്മളോടൊപ്പം ഉണ്ട്, ഡാവിൻ ചേട്ടൻ. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും ഇനി എന്താണ് നിങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് വല്ല പ്രതീക്ഷയുണ്ടോ, ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ്, ഇതെല്ലാം സംസാരിക്കാം. അപ്പോൾ ഇതിൽ ധ്യാൻ അഭിനയിക്കുന്നു എന്നതിലുപരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ധ്യാനിൻ്റെ ഒരു സ്ക്രിപ്റ്റാണ് ഈ ചിത്രത്തിലെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുള്ള കാണിക്കുന്ന ഒരു ഹൈലൈറ്റ് വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം പ്രതീക്ഷ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും. ധ്യാൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടതാട്ടോ. ഞാൻ മതിയാക്കിക്കോളാം, ധ്യാൻ സംസാരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ചിത്രത്തെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആദ്യം അതിനുള്ള അവസരം തരും. ആദ്യം പടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവർ സംസാരിക്കട്ടെ. ഇന്റർവ്യൂ ഒക്കെ ഹിറ്റാക്കിയതുപോലെ സാധാരണ ഇന്റർവ്യൂ ഹിറ്റാകാറുള്ളൂ, സിനിമ പൊതുവെ സോറി അല്ല എൻ്റെ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി പരിശോധിച്ച ചെറിയ സിനിമയാണ് പറഞ്ഞ പോലെ, കുഞ്ഞു സിനിമയെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിലൂടെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഒരു രാത്രി നടക്കുന്നൊരു സംഭവം, ആ സംഭവത്തിനെ ചൊല്ലിയുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും അതെങ്ങനെ റിസോൾവ് ആകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ വൺ നൈറ്റ് സ്റ്റോറീസ് ഒക്കെ പൊതുവേ മലയാളത്തിൽ കുറവാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ വന്നിട്ടുള്ള വൺ നൈറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ജാനമൻ പോലത്തെ സിനിമകളൊക്കെ. വൺ നൈറ്റ് സ്റ്റോറി കഥ പറയാനുമ്പോൾ നമുക്ക് ഒരു എന്തൊക്കെ പറഞ്ഞാൽ റിസ്ക് എലിമെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നൊരു സിനിമ, ഇത്രയും കഥാപാത്രങ്ങളുടെ സിനിമ, നമുക്ക് ഇവരൊന്നും എടുത്തെടുത്ത് ക്യാരക്ടറിനൊരു ഡെഫിനേഷൻ കൊടുത്ത് ഇതിനൊന്നും സമയമില്ല. നമ്മൾ നേരെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ നേരെ സബ്ജക്റ്റിലേക്ക് ലോഞ്ച് ചെയ്തിട്ടാണ് ഈ സിനിമയിൽ തുടക്കം. ഒരു പകലും പിന്നെ ആ രാത്രി തീരുമ്പോഴേക്ക് സിനിമ അവസാനിക്കും. അപ്പോൾ ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡൻ്റ് ആണ് ഞാൻ ഇതിൽ പലരോടും അച്ഛനുൾപ്പെടെ എല്ലാവരുടെ നറേറ്റ് ചെയ്ത ഈ സംഭവമാണ്. ആ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ്. ആ ഇൻസിഡൻറ്റ് നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇത് സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഇത് ഷൂട്ട് ചെയ്തതും. അല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള കുറച്ച് നേരത്തെ പലപ്പോഴും ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂവിലുള്ള കോമഡി ഒന്നും സിനിമയിൽ കാണാറില്ലല്ലോ എന്നുള്ള പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പം അത്തരത്തിൽ വലിയൊരു കോമഡി പടവും അല്ല, എന്നാലും വളരെ സിറ്റുവേഷനായിട്ടുള്ള ചെറിയ ചെറിയ നർമ്മമുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സംഭവങ്ങളൊക്കെ ഉള്ളൊരു ചെറിയ സിനിമ. ലിറ്ററലി ചെറിയ സിനിമയാണ്. ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്. അച്ഛൻ, സൈജോട്ടൻ ഇവിടെ വരാതെ, അജു ഇവിടെ വന്നിട്ടില്ല, സുരഭി, തൻവി ഇവിടെ വന്നിട്ടുള്ള, പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ സുധീഷ് ഏട്ടൻ എന്തായാലും 28 നാളെ റിലീസാവുന്നു. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട. നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞു സിനിമകൾ, വലിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, വലിയ സ്കെയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ വലിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ വലിയ ബജറ്റിൽ ഉണ്ടാകുന്ന സിനിമകൾ വലിയ വിജയം ഉണ്ടാകുന്നു. ഇപ്പോൾ ജനറലി നമ്മൾ കണ്ടുവരുന്ന കുഞ്ഞു സിനിമകളോടാണ്, അല്ലെങ്കിൽ കുഞ്ഞു സിനിമകൾ ആൾക്കാരിലോട്ട് എത്താനൊക്കെ ഒരു സമയം എടുക്കുന്നുണ്ട്. വേർഡ് ഓഫ് മൗത്തിലൂടെയൊക്കെയാണ് കുഞ്ഞു സിനിമകൾ കയറിപ്പോണ്ടാകുക. ആ രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന സിനിമ ആയതുകൊണ്ട് നമ്മൾ എല്ലാ ചാനൽസിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു സാധനം തിയേറ്ററിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ ഫെബ്രുവരി 28 എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും. അത്രയും. താങ്ക് യു. നമസ്കാരം. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പല ഇൻ്റർവ്യൂകളൊക്കെ അവിടെ ഇവിടെയും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു. നാളെ അതിൻ്റെ റിലീസാണ്. ഒരൊറ്റ രാത്രി കഥയാണ്. ഞാനും മജു വർഗീസും 2 പേര് ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ എന്ന് വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പരിചയമുള്ള എല്ലാ പോലീസുകാരും ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല, എങ്കിലും നമുക്ക് കണ്ടുപരിചയമുള്ള പോലീസുകാരുടെയൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ ഉള്ള പോലീസാണ്. ഇവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും ഇവരുടെ ഒരു
സിനിമ ഉണ്ടാക്കുന്ന സമയത്തുള്ള അവരനുവദിച്ചു തരുന്ന സ്വാതന്ത്ര്യങ്ങൾ കൊണ്ടുമെല്ലാം വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഈ ധ്യാൻ പറഞ്ഞ പോലെ ചെറിയ സിനിമ എന്നൊക്കെ പറയുമ്പം ഒരു എൻ്റർടൈനറാണ് എന്ന് നമുക്ക് പറയാം. പുതിയ കാലഘട്ടത്തിൻ്റെ നമ്മൾ പുതിയ ചെറുപ്പക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എൻ്റർടൈനർ സിനിമയാണ്. ഇപ്പം വലിയ തോതിൽ ത്രില്ലർ സിനിമകൾ ഒരുപാട് വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയുള്ള ചില മാധ്യമ ചർച്ചകളിൽ സിനിമകൾ, അതിലെ വയലൻസ്, അതിൻ്റെ ഒരു അനുപാതമൊക്കെ വളരെ കൂടുതലാകുന്നു തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്ന ഒരു സാഹചര്യത്തിലൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നമുക്ക് വളരെ രസകരമായിട്ട് ചിരിച്ച മുഖത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന എന്നാൽ ഗൗരവമുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്ന പുതിയ ആൾക്കാർ പലപ്പോഴും വളരെ ഈസിയായി സില്ലിയായി ഇതൊക്കെ ഒരു രസമല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ കാണുന്ന ചില കാര്യങ്ങൾ ചെന്നൊരു പ്രശ്നത്തിലേക്ക് വീണാൽ അതിന് എന്തുമാത്രം ഗൗരവമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇത്. ബാക്കി ഇനി പറഞ്ഞതുപോലെ നാളെയാണ് ഇത്. ആടിൻ്റെയും അടികപ്പേരെ കൂട്ടമനിയുടെയൊക്കെ പോലുള്ള ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ സഹസംവിധായകനെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് വിനയ്. അപ്പോൾ വിനയുടെ ആ ഒരു അനുഭവ പരിചയം, ഇവരുടെ സൗഹൃദം, ധ്യാനിൻ്റെ സ്ക്രിപ്റ്റ്, ഡാർവിൻ ചേട്ടൻ അതിന് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ള സിനിമയാണ്. ഇനി ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ ഒറ്റയ്ക്ക് വരുന്ന സിനിമയെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. നിനക്ക് പറ, എന്നെ നോക്കിയേ, അവന് മൈക്കോളൂ. നമസ്കാരം. അപ്പോൾ നാളെ ഫെബ്രുവരി 28-ന് ആപ് കൈസേ ഹോ റിലീസാവുകയാണ്. അപ്പോൾ എല്ലാവരും നാളെ തിയേറ്ററിൽ പോയി കാണണം. ബാക്കിയുള്ളവരോടും പടം കാണാൻ പറയണം. ഇതിൽ ടോണി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്ഷയ സെറ്ററിൻ്റെ ക്ഷീണം ഇവരെ മാറിയില്ല. ഞങ്ങളൊക്കെ കൂടെ മൊബൈലിട്ട് നിർബന്ധിച്ച് പറയിക്കുന്നതാന്ന് തോന്നുന്നു. സീരിയസ് ആയിട്ട് പറയാം. അക്ഷയ സെന്ററിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അപ്പോൾ എല്ലാവരും കാണുക. അപ്പം ചെറിയൊരു സിനിമയാണ്. ധ്യാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഒറ്റ രാത്രി നടക്കുന്നൊരു സംഭവമാണ്, റിയൽ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമസ്കാരം. പറഞ്ഞ പോലെ നാളെ റിലീസാണ്. ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ത്രൂ ഔട്ട് എന്ന് പറയുന്ന ഒരു വേഷം ചെയ്യാൻ പറ്റുന്നത്. പറഞ്ഞ പോലെ ഒരു ദിവസം വൈകിട്ട് ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് എടാ ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ആ പരിപാടിയുടെ റിലീസാണ് നാളെ. ആപ് കൈസേ ഹോ. ബിനോയ് എന്നാണ് ക്യാരക്ടറുടെ പേര്. എൻ്റെ വീട്ടിലൊക്കെ തന്നെയുള്ളൊരു ക്യാരക്ടറാണ്. അത് ബാക്കി കുറച്ചുകൂടെ കണ്ടു കഴിയുമ്പോൾ വിശദമായിട്ട് മനസ്സിലാവും. ഭയങ്കര എനർജിയുള്ള ഒരു ക്യാരക്ടറാണ്. പറഞ്ഞ പോലെ ഒരു സുഹൃത്തിൻ്റെ ബാച്ചിലർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പഴയ 2 സുഹൃത്തുക്കളെ കാണുന്നതും, നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. ബാച്ചിലർ പാർട്ടി, അവിടെ നടക്കുന്ന ഫൺ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന വരെ നമ്മൾ ചെയ്യുന്ന എല്ലാം ഭയങ്കര ഫണ്ണായിരിക്കും. ആ രാത്രി സേഫായി പോയി കഴിഞ്ഞാൽ സേഫായിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പം ആ ഫണ്ണൊക്കെ അവിടെ നിന്ന് മാറും. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നൊരു ദിവസമാണ് ക്രിസ്റ്റിയുടെ ബാച്ചിലേഴ്സ് പാർട്ടി. അപ്പം തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് പറ്റാവുന്നതുപോലെ നല്ലോണം ചെയ്തിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് അത് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. ബാക്കി ഷജീർ പറയും. നമസ്കാരം. എന്തായാലും ഇത് ധ്യാൻ്റെ ലൈഫിൽ നടന്നൊരു കഥയാണ്. അല്ലെ, ധ്യാൻ്റെ ഫ്രണ്ടിൻ്റെ ലൈഫിൽ നടന്നൊരു കഥ. ഇപ്പം കറക്റ്റായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം കാണും എന്നെല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ഒരു സംഭവം ഉണ്ട്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പം 4 പേര് അറിഞ്ഞത് ധ്യാൻ്റെ കൂടെ ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ടാണ്. തൻ്റേതല്ലാത്ത കാരണത്താൽ ഇൻ്റർവ്യൂ സ്റ്റാറിൽ കൂടെ ഇരിക്കാനൊരു ഭാഗ്യം കിട്ടിയതാണ്. നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങളിതെല്ലാം ഒരു ലൈറ്റായിട്ടാണ് എടുത്തിരുന്നത്. പക്ഷെ ഇപ്പം ഇത് നിങ്ങളെല്ലാവരും തന്ന ആ ഒരു എന്താ പറയുന്ന ഒരു പ്രോത്സാഹനം ഇതെല്ലാം വെച്ചിട്ട് പടം അത്യാവശ്യം നല്ല റീച്ച് എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം പടം വലിയ മോശമില്ലാതെ വരും എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇപ്പം ആവശ്യമില്ലാത്ത ടെൻഷനും അതുകൊണ്ട് കൂടിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടറിൻ്റെ അടുത്തോട്ട്. നമസ്കാരം. അടികപ്പി ഒരു കൂട്ടമണി തുടങ്ങിയിട്ടുള്ള പരിചയമാണ് ധ്യാനായിട്ടുള്ളത്. ആ സമയത്ത് തുടങ്ങി പറയുന്ന കുറേ കഥകളുണ്ട്. ശരിക്കും നടന്നതും ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചിരുന്ന ഇഷ്ടംപോലെ കഥകളുണ്ട്. അതിൽ
നമ്മുടെ ഈ ജനറേഷന് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലുള്ള സബ്ജക്റ്റാണിത്. വളരെ അത് സിനിമാറ്റിക് ആക്കി ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളെല്ലാം. അപ്പോൾ അത് അങ്ങനെ റിലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഭയങ്കര പ്രതീക്ഷകളൊന്നും കൊടുക്കണമെങ്കിലും ഒരു റിയൽ ലൈഫ് സ്റ്റോറി പോലെ തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്നൊരു സബ്ജക്റ്റാണ്. നാളെ റിലീസാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനം ഉണ്ടാവണം. നന്ദി. പ്രൊഡ്യൂസറാണ്. റിയലി വെരി ഹാപ്പി ടു സീ ഈ ഇത്ര വലിയ ഇത്രയും ക്യാമറ ഞാനിരിക്കുന്നത് വളരെ റെയറാണ്. ഇവരെ അല്ല ട്യൂമൻ, ആദ്യത്തെ പടം ട്യൂമൻ അതിലിരുന്നിട്ടുണ്ട്. പക്ഷെ ഇതാണ് നമ്മൾ റീച്ച് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ ഡാൻസ് സാറിൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കുള്ള ആ റീച്ച് ഉണ്ടല്ലോ, പവർ. പിന്നെ 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 പിഷാരടി ആയിട്ടല്ലോ. സോ ഐ എം റിയലി വെരി ഹാപ്പി. നാളെ ഇറങ്ങുന്ന ഞങ്ങളുടെ സിനിമ ഒരു ടെൻഷനും ഇല്ല കേട്ടോ, വിജയിപ്പിക്കണം എന്ന് ഞാൻ എവിടുന്നറിയാത്ത കുറെ ഇംഗ്ലീഷ് കയറി വന്നിട്ടുണ്ട്. പുള്ളിക്ക് ടെൻഷൻ ഇല്ലത്രേ. ഒരു ടെൻഷനും ഇല്ല. സത്യം പറയാം, ഈ പടം വിജയിച്ചിരിക്കുമെന്നാണ് എൻ്റെ കോൺഫിഡൻസ്. നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ ആയാൽ നമുക്ക് ഇനിയും കൂട്ടായ്മയോടുകൂടി പടങ്ങൾ ഇനിയും എടുക്കാം. ജീവ ഒരു ആക്റ്റീവ് കാണുന്നില്ല ഈ സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോളേജിലൊക്കെ പോയി തകർക്കുന്നുണ്ടായിരുന്നല്ലോ, ശരിക്കും ആക്റ്റീവ് ആകും. സോ എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ പടം കാണാനായിട്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ എല്ലാവർക്കും. ഇനി ഇംഗ്ലീഷ് പറഞ്ഞ് ഞാൻ ഇനിയും ഇതാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ഡോണി ഡാർവിൻ. മോന, അതെൻ്റെ പപ്പയാണ്. നമ്മളാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് ഡി ഗ്രൂപ്പ് എന്നാണ്. നമ്മുടെ 12ാമത്തെ സിനിമയാണ്. അപ്പം നല്ല രീതിക്ക് വരും എന്നുള്ള ദൃഢമായ വിശ്വാസം എനിക്കുണ്ട്. ഞാനും ഒരു ചെറിയ വേഷം എന്നാ ചെയ്തിട്ടുണ്ട്. എൻ്റെ 4ാമത്തെ പടമാണ്. ആരും ഇതുവരെ പരിചയമില്ല. ഇതിലും ചെറിയൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഇൻ ദി കമ്മിങ് ഇയേഴ്സ് I will be active as an actor and as a producer. So looking forward for the best for this film. Thank you all. Thank you. റേഡിയോ റെഡിയാ? ഏയ് 3 ദിവസം ഉറങ്ങുന്നെന്ന് പഠിച്ച ചോദ്യങ്ങളാ. കഴിഞ്ഞു, ഇനിയില്ല. കഴിഞ്ഞു. अभी बोल सकते हो, कोई कठिन नहीं, ऐसे ही पूछो, कुछ नहीं, प्रॉब्लम नहीं है. हिंदी आता है, बहुत अच्छी तरह ही आता है. हाँ, सिर्फ अन्ना की है. अन्ना की. എന്തുകൊണ്ട് നീ വിളിച്ചില്ല? എന്താ എല്ലാരും പറഞ്ഞു ഞാൻ ചേട്ടനോട് ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നീ നമ്മൾ ഒരുമിച്ച് ഇരുന്നപ്പോൾ നീ എന്നോട് പറഞ്ഞില്ലടാ ഭാഗ്യമാണെന്ന്? അല്ലേ, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ. സാധനം ഇറങ്ങിയില്ലേ പരിപാടി? പിന്നെ എനിക്കൊന്ന് ഇന്റർവ്യൂ കപ്പൽ മുതലാളിയാ. എടാ, ഇവന്റെ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാണ് സത്യത്തിൽ. ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത്. പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊടുക്കും പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയെന്നുള്ളൂ. സ്വന്തം കൂടി ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി, അങ്ങനെ വന്നതാണത്. സ്ഥാനത്താണ് നിങ്ങളെ കാണുന്നത്. ചാൻസ് ഉണ്ടായിട്ടാ കപ്പൽ മുതൽ 4K ഉറപ്പ് ഞാൻ ഇറക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ, അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതാണ് അവസ്ഥ. ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡാർവിൻ ചേട്ടൻ ചെയ്യാന്ന് ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യുവാണെങ്കിൽ ഇവൻ അഭിനയിച്ച കാരണവർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. തിരക്കിനിടയിൽ മറ്റേ തോമസ് ചാക്കോടെ കുറെ സ്വർണത്തിനിടയിൽ ഏട്ടന്റെ കാപ്പോ മുങ്ങിപ്പോരുതെന്ന് പറഞ്ഞ പോലെ അത് അവിടെ ഇരിപ്പുണ്ടേ സുഹൃത്തുക്കളെ. ഒരാവശ്യമില്ല.